നമസ്കാരം, നുറുങ്ങിത്തനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിളിമീനാണ് എടുത്തേക്കണത്. നമുക്ക് നല്ല ടേസ്റ്റിൽ ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, ശകലം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാനിൽ വെച്ച് വറുത്തെടുക്കാം. ഒരുപാട് മൊരിക്കാണ്ട് പാകത്തിന് വേവിച്ച് വറുത്തെടുക്കാം. അപ്പം നമ്മൾ മീനിൽ നല്ലോണം മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇടൊന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം മൊരിയണ്ട. നമുക്ക് ഒരുമാതിരി മൂത്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അധികം മൊരിയണ്ട. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇറക്കാം. നമുക്ക് ഇത് മീനൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ചെറിയ ഉള്ളി ഇവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും വേപ്പില, ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി,
ഇത് ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുടപ്പുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനിൻ്റെ ചാറൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഡിഷ് തയ്യാറായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലോണം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.